പ്രിയ പ്രേക്ഷകരെ, ന്യൂസ് ട്രെൻഡ്സ് ഇന്ന് ആദ്യം പോകുന്നത് കർഷകരുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ്. പ്രത്യേകിച്ച് ഇതാ ഓണം നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഓണ വിപണികൾ ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണ്. നമ്മളെപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒന്നുണ്ട്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആഘോഷം ആണ് ഓണം. എന്തൊക്കെ ദുരിതങ്ങൾ ഉണ്ടായെങ്കിലും അതെല്ലാം മറന്നുകൊണ്ട് മലയാളികൾ ഒന്നിക്കുന്ന സമയമാണ്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന ഒരു പഴഞ്ചൊല്ല് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇപ്പോഴിതാ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ അത് സാമ്പത്തികമായ വലിയ പ്രതിസന്ധി കേരളത്തിൽ അടക്കം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എങ്കിൽ കർഷകരുടെ വേദന എന്നത് അതിലേറെ എടുത്തു പറയേണ്ട ഒന്നാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ വിപണികളിൽ പല ഉൽപ്പന്നങ്ങൾക്കും വലിയ വില നൽകേണ്ടി വരുന്നത് കാർഷിക മേഖലയിൽ നിന്ന് നമ്മുടെ ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് യുവജനത പിൻവാങ്ങുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. കാർഷിക സ്വയം പര്യാപ്തതയിലേക്ക് കേരളം എത്തുക എന്നത് അങ്ങേയറ്റം ശ്രമകരമാണ് എന്നിരിക്കെയാണ് കർഷകരുടെ ഈ ദുരിതം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് വീണ്ടും എത്തിക്കുന്നത്. പ്രത്യേകിച്ച് നെൽ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ ആണ് പറഞ്ഞു വെക്കുന്നത്. രണ്ടാം വിള നെൽ സംഭരണം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. അപ്പോഴും പാലക്കാട് ജില്ലയിലെ നെൽ കർഷകർക്ക് ഇതുവരെയും പണം ലഭിച്ചിട്ടില്ല. ജില്ലയിലെ 10,000-ഓളം കർഷകർക്കായി 350 കോടിയിലധികം രൂപയാണ് ലഭിക്കാനുള്ളത്. ഈ പണം ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഒന്നാം വിള കൃഷി ഇറക്കുന്നതിനെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. കർഷകരുടെ കയ്യിൽ പണമില്ല അടുത്ത കൃഷി ഇറക്കാൻ. അതാണ് ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം. ഇനിയും പണം ലഭിച്ചില്ല എങ്കിൽ വരാനിരിക്കുന്ന ഓണക്കാലം പട്ടിണിയുടെയും സമരങ്ങളുടെയും കാലം ആകുമെന്ന് നെൽകർഷകർ തന്നെ പറയുകയാണ്. ഈ വാർത്ത വിശദമായി ഞങ്ങൾ പരിശോധിക്കുകയാണ്. CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, ഈ സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഏറ്റവും അധികം പ്രതീക്ഷയർപ്പിക്കുന്ന വിഭാഗങ്ങളിൽ ഒന്നായിരുന്നു കർഷകർ. അവർക്ക് ലഭിക്കാനുള്ള തുക അതിവേഗം ലഭിക്കും എന്നവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സർക്കാർ അധികാരത്തിലെത്തി ഇപ്പോൾ ദിവസങ്ങൾ പിന്നിടുകയാണ്. പ്രത്യേകിച്ച് ഒരു ഓണക്കാലം വരികയാണ്. അവിടെയാണല്ലോ നമുക്ക് വേണ്ടി വിഭവങ്ങൾ ഒരുക്കി നൽകുന്ന കർഷകൻ കണ്ണീരിലാഴ്ത്തുന്ന സാഹചര്യം ആവർത്തിക്കപ്പെടുന്നത്. അനുമോദ്, അഭിലാഷ്, പാടത്തെ പണിക്ക് വരമ്പത്ത് കൂലി എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ പാടത്തെ നെല്ലെല്ലാം കൊയ്തു കൊണ്ടുപോയി മാസങ്ങൾ കഴിഞ്ഞിട്ടും കർഷകർ വരമ്പത്ത് തന്നെ നിൽക്കുകയാണ് കൂലി കിട്ടാതെ. ഇനി ഓണക്കാലത്ത് ഏതു തരത്തിലുള്ള സമരത്തിലേക്ക് കടക്കേണ്ടി വരുമെന്നൊരു ആശങ്കയാണ് ഇവരൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. ഞാനുള്ളത് പാലക്കാട് കണ്ണാടിയിലാണ്. കണ്ണാടിയിലെ നെൽകർഷകർ എൻ്റെ കൂടെ ചേരുന്നുണ്ട്. പ്രധാനമായിട്ടും ഇവർ നേരിടുന്നൊരു പ്രശ്നം ഏപ്രിലിൽ കൊയ്തു കൊണ്ടുപോയ നെല്ലിന്റെ വില ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ജില്ലയിലെ ആകെമാനമുള്ള കണക്ക് നോക്കുമ്പോൾ 10,000-ഓളം കർഷകർക്കായി 350 കോടിയിലധികം രൂപ ഇവർക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ആ പണം ലഭിക്കാത്ത സാഹചര്യത്തിൽ അവർ സ്വർണവും മറ്റും വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ പണയം വെച്ച് രണ്ടാം വിള കൃഷി ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഓണക്കാലമാണ് വരാൻ പോകുന്നത്. അരിക്ക് പൊന്നും വിലയാണ്, നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയിൽ കണ്ടതാണ്. പക്ഷേ ആ അരി ഉണ്ടാക്കുന്ന, അത് കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഇതിന്റെ മൂല്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ബാങ്കിൽ നിന്ന് അവർക്ക് പണം ലഭിക്കുന്നില്ല, കേന്ദ്രവിഹിതം ലഭിക്കുന്നില്ല എന്ന കാരണമാണ് സർക്കാർ പറയുന്നത്. കിലോയ്ക്ക് 30 രൂപയാണ് ഈ വില ആയിട്ട് സർക്കാർ ഇവർക്ക് നൽകുന്നത്. പക്ഷേ മാസങ്ങളായിട്ടും അവരുടെ പണം ലഭിക്കാത്തത് കൊണ്ട് വലിയ ആശങ്കയിലാണ് ഈ ഒരു കർഷകരുള്ളത്. നമുക്ക് വിശദമായിട്ട് തന്നെ ഈ കർഷകർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. നമ്മോടൊപ്പം അവർ ചേരുന്നുണ്ട്. ഇപ്പോൾ ഏപ്രിലിൽ നെല്ലെല്ലാം കൊയ്തു കൊണ്ടുപോയി, PRS മാർച്ചിൽ കൊണ്ടുപോയി, PRS ലഭിച്ചു. പക്ഷേ ആ PRS കയ്യിൽ വെച്ചിരിക്കുകയാണ്, ഒന്നും നടക്കുന്നില്ല. പലരും ബാങ്കിൽ കൊടുത്തിട്ടുണ്ട്. മാർച്ചിൽ കൊയ്ത്ത് കഴിഞ്ഞ് മാർച്ച് അവസാനം ഏപ്രിൽ ഒരു പകുതിയോടുകൂടി നെല്ലെടുപ്പ് സംഭരണം പൂർത്തിയായി. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇത്രയും മാസങ്ങളായിട്ടും ഏകദേശം 4 മാസം 5 മാസത്തോളമായിട്ടും ഞങ്ങളുടെ സമിതിയിൽ 70 കർഷകരാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ കർഷകർക്കും എക്സസ് നെല്ലുള്ളതാണ്, അധിക നെല്ലുമുണ്ട്. ഒരാൾക്ക് പോലും ഇതുവരെ ഒരു നയാ പൈസ പോലും കിട്ടിയിട്ടില്ല. എന്താണ് ബാങ്ക് എന്ന് പറയുന്നത്? അല്ല, ബാങ്ക് എന്ന് പറഞ്ഞാൽ സർക്കാരിന് കിട്ടാത്തതുകൊണ്ട് തന്നെ അവരുടെ ബാങ്ക് പറയുന്നതിന് കാരണം ഗവൺമെന്റ് അനുവദിച്ച സംഖ്യ കഴിഞ്ഞു, ഇനി അടുത്ത അലോട്ട്മെന്റ് വരട്ടെ എന്നുള്ള നിലയ്ക്കാണ് ബാങ്കുകാരുടെ നിലപാട്. ഈ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരിയുടെ വില റോക്കറ്റ് പോലെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളുണ്ടാക്കണ നെല്ലിന് ഈ നിങ്ങൾ ഇറക്കുന്ന വില കിട്ടാത്തൊരു സാഹചര്യം. അരിയുടെ മാത്രമല്ല, അരിയുടെയും നെല്ലിൻ്റെയും ഒക്കെ വില വർദ്ധിച്ചു എന്നുള്ള പദം അത് മാത്രമല്ല. അപ്പോൾ കഴിഞ്ഞൊരു 10 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും, നമ്മൾ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങൾക്കും 100 മുതൽ 150% വരെ വർധനവുണ്ടായിട്ടുണ്ട്. കാരണം രാസവളങ്ങളുടെ വില വർധനവ്, ഡീസലിൻ്റെ വില വർധന അനുസരിച്ച് കൊയ്ത്തുകൂലി, ട്രാക്ടർ കൂലി, പണിക്കാരുടെ വേതനവിൽ ഉണ്ടാകുന്ന വർധനവ്, ഇതെല്ലാം കണക്കാക്കിയാൽ ഏകദേശം 100-150% വർധന. പക്ഷേ ആ ഒരു തോതിൽ നെല്ലിൻ്റെ വില വർദ്ധിച്ചിട്ടേ ഇല്ല. നെൽകർഷകർ ഇപ്പോഴും പഴയ രീതിയിൽ തന്നെയാണ്
നിൽക്കുന്നത്. എന്താണ് ഓണക്കാലാണ് വരാൻ പോകുന്നത്, എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഓണക്കാലം വളരെ കഷ്ടപ്പെട്ട നീങ്ങാൻ പോകുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ വളരെ മോശമായ, അതായത് കർഷകരുടെ പൈസ ഇല്ല, കുട്ടികൾക്ക് വല്ല മറ്റേ ഒരു വസ്ത്രം പോലും വാങ്ങിച്ചു കൊടുക്കാനുള്ള സംവിധാനമില്ല. അത്രയും മോശമായിട്ടപ്പോൾ സമരത്തിലേക്ക് പോകേണ്ട അവസ്ഥയാവൂല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ. ഇപ്പോഴേ കടത്തിലാണ് കേൾക്കുന്നത്. ഇനി ഏതുവരെ എത്തുന്നറിയില്ല. രണ്ടാമളെ ഇറക്കിയില്ലേ? ഒന്നാമളെ ഇറക്കിയതാണ്. അതിന് ചിലവെല്ലാം ചെയ്തു കഴിഞ്ഞു. എങ്ങനെയാ അതിന്റെ ചെലവ്? കടം വാങ്ങിയിട്ടാണോ? കടം വാങ്ങിയിട്ട് പറഞ്ഞാൽ ആഭരണങ്ങളോട് വയ്ക്കുക, അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. സർക്കാരിന് എല്ലാ മേഖലയും കൊടുക്കാൻ പൈസയുണ്ട്, കൃഷിക്കാരൻ മാത്രം കൊടുക്കാൻ പൈസയില്ല എന്നാണ് പറയുന്നത്. എല്ലാവർക്കും സഹായം കൊടുക്കുന്നു. എല്ലാവർക്കും സാധനം കൊടുക്കുന്നുണ്ട്. അതിൽ കൃഷിക്കാരൻ മാത്രം യാതൊരു ആനുകൂല്യങ്ങളും കൊടുക്കുന്നില്ല. നെല്ല് കൊടുത്തിട്ട് 5 മാസമായി. ഇപ്പോഴും ₹1 പോലും കിട്ടിയിട്ടില്ല. ഈ എപ്പോൾ കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല. ഓണത്തിന് കിട്ടുന്ന ഒരു പ്രതീക്ഷയൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അങ്ങോട്ടത്തെ മെമ്പറാണല്ലോ, കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയുന്നു. ഗവൺമെന്റ് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് കൃത്യമായി പാലിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ കണ്ണാടി പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ വർഷം ഒരു സാധാരണഗതിയിൽ 35 ലക്ഷമാണ് വെച്ചിരിക്കുന്നത്. അതിനെക്കാട്ടിലും ഒരു 10 ലക്ഷം കൂടി കൂടുതൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ പാടശേഖര സമിതിക്ക് ഒരു ആശ്വാസം തന്നെയാണ്. അതുപോലെ ഗവൺമെന്റ് ആദ്യത്തെ ഗവൺമെന്റ് മറ്റേ VD സതീശൻ ഗവൺമെന്റിനെ നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഈ വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിക്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഈ സ്ഥിതിയിൽ ഇനിയിപ്പോൾ ഈ വർഷത്തെ ഈ മഴക്കുറവും കൂടി ആകുമ്പോൾ അടുത്ത വർഷം 2ാം വിള കൃഷി കൃത്യമായിട്ട് നടത്തപ്പെടാൻ ഒരു സാധ്യതയില്ല. കാരണം ഡാമിലെ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവ് തന്നെയാണ്. അപ്പോൾ പണത്തിൻ്റെ അതുപോലുള്ള പ്രയാസങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഗവൺമെൻറ് കാർഷിക മേഖലയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക തന്നെ വേണം. കണ്ണാടിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കണ്ണാടിയിലെ 1256 കർഷകരാണ് സപ്ലൈകോ നെല്ല് കൊടുത്തിരിക്കുന്നത്. ഇതിലാകെ 337 പേർക്കാണ് പാസ്സായിരിക്കുന്നത്. എല്ലാവർക്കും പൈസ കിട്ടിയിട്ടില്ല. എന്താ വെച്ചാൽ ജൂൺ 20 വരെ കൊടുക്കാനുള്ള പണം പോലും ഗവൺമെന്റ് പാസ്സാക്കിയിട്ട് പോലും കൊടുക്കാൻ കഴിയാതെ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. 917 കർഷകർക്ക് ഇനിയും നെല്ലിന്റെ പൈസ കിട്ടാനുണ്ട്, പാസ്സായിട്ടേ ഇല്ല. ഈ കണ്ണാടി പഞ്ചായത്തിൽ മാത്രമുള്ള കണക്കാണിത്. കൃത്യമായി 29 പാടശേഖരമുണ്ട് കണ്ണാടി പഞ്ചായത്തിൽ. ഇതിൽ ഒരു പാടശേഖര സമിതിയിൽ മാത്രമാണ് മാർച്ചിൽ അളന്ന നെല്ലിന്റെ പാടശേഖര സമിതിക്ക് മാത്രമാണ് ഫുള്ളായിട്ടുള്ള എല്ലാവർക്കും പൈസ കിട്ടിയിരിക്കുന്നത്. ബാക്കി ഒരു പാടശേഖര സമിതിക്കും പല ആൾക്കാർക്കും കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 300 സംതിങ് പേർക്ക് മാത്രമാണ് പൈസ കിട്ടിയിരിക്കുന്നത്. ബാക്കി ഒരൊറ്റ ആൾക്കും കിട്ടിയിട്ടില്ല. 900 സംതിങ് എന്ന് വെച്ചാൽ ഏകദേശം 50 കോടിയോളം ഈ കണ്ണാടി പഞ്ചായത്തിക്ക് തന്നെ വേണം. അതെ, മറ്റുള്ള പാടശേഖര പഞ്ചായത്തുകൾക്ക് അതിലേറെയാണ്. അപ്പോൾ ഇത് കിട്ടാൻ എത്രയും പെട്ടെന്ന് ഒരു 300-400 കോടിയെങ്കിലും അനുവദിച്ചാൽ മാത്രമേ ഇപ്പോൾ ഈ പ്രശ്നം തീരുള്ളൂ. എല്ലാ തവണയും ഓണക്കാലാവുമ്പോൾ നിങ്ങൾ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയ്ക്ക് പോവുകയാണത്. ഈ സമരം ചെയ്യുക പറഞ്ഞാൽ ഇനി അടുത്തത് ഞങ്ങൾ ഹൈവേ തടുക്കൽ എന്നുള്ള ഒരു പ്രക്രിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പാലക്കാട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഒരു അപേക്ഷ വാങ്ങിച്ചു, ഈ നെല്ലിനെ പറ്റി, പൈസേൻ്റെ ഇതില്ല. ഇന്ന് അയാൾ അത് മറന്നു. ഞാൻ പാർട്ടി ബേസിൽ പറയല്ല, ഇന്ന് അയാൾ അത് മറന്നു. ഞങ്ങൾക്കുള്ള പൈസ ഒന്നും തരുന്നില്ല. പിന്നെ ഈ മറന്നുപോയി. പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ഇവർ ഞങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുക? മാർച്ച് മാസം ഒരു 8-ാം തീയതി PRS നിർത്തിക്കഴിഞ്ഞാൽ ഏപ്രിൽ മാസം 22-ാം തീയതിക്ക് ശേഷം മാത്രം അടുത്ത PRS ഇവർ അടിക്കാൻ തുടങ്ങുള്ളൂ. അപ്പോൾ ഈ 1.5 മാസം അതിലൊരു വഹിക്കൽ. പിന്നെ ഈ നെല്ലിൽ ചാക്കിൽ 1 കിലോ കൂടി 1/2 കിലോ കൂടി പറഞ്ഞിട്ട് മുട്ട് ന്യായം പറഞ്ഞിട്ട് അത് ഒരു 10-15 ദിവസം വഹിക്കൽ. ഇങ്ങനെയെല്ലാം ആയിട്ട് നമ്മൾ ആകെ ബുദ്ധിമുട്ടിക്കലാണ്. നമ്മൾ കുറച്ച് നെല്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ കിട്ടുമ്പോഴേക്കും ഇതിൻ്റെ ഇരട്ടി ഇവിടെ കടം വാങ്ങിയാൽ ബാക്കി നടത്താൻ പറ്റുള്ളൂ. ഇതാണ് അവസ്ഥ. ഏപ്രിൽ മാസത്തിൽ കൊയ്തിട്ട് വീട്ടിൽ 1.5-2 മാസം അവിടെ നെല്ല് വെച്ച് കളത്തിലും അതേമാതിരി തന്നെ വീട്ടിലും വെക്കാൻ സൗകര്യമുള്ളവർ ശരി. മറ്റുള്ളവർ അങ്ങനെ മുറ്റത്തങ്ങനെ കൂട്ടിയിട്ട് 3-4,000 ഉറുപ്പ്യ കൊടുത്തിട്ട് ഈ 1-2 പായ് വാങ്ങിച്ചിട്ടാണ് അത് പിന്നെ നെല്ല് കൂട്ടി മൂടി വെച്ച് മുളയ്ക്കാതെ നോക്കിയത്. എന്നിട്ട് ഇവർ അളന്നു കൊണ്ടുപോകണം. നെല്ലെടുത്തത് 2 മാസം കഴിഞ്ഞിട്ടാണ്. ഇപ്പം കൊടുത്തിട്ട് ഇപ്പോൾ 6 മാസമൊക്കെ ആയി. ഇന്ന് കർഷകന് ഒന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെ ആയ അധികം നെല്ല്, എക്സസ് നെല്ല് ഈ മറ്റേ മകരത്തിലാണ് എക്സസ് നെല്ല് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഒരു വിവരമില്ല. അത് ഇവർ എടുക്കാന്ന് പറയേണ്ട അതിൻ്റെ ഒരു വിവരമില്ല. കംപ്ലീറ്റ് നെല്ലാണെന്ന് കൊണ്ടുപോയി. ഞങ്ങൾക്ക് വേറൊരു ഭാഗത്ത് വിൽക്കാനും പറ്റാത്ത ഒരു പരിസ്ഥിതിയായി. 28 രൂപയുണ്ട് ഇവര് തരുന്നത്. ഞങ്ങൾക്ക് അന്നത്തെ 18 രൂപയാണ് ഇവർ തരാൻ പോകുന്നത്. ഇങ്ങനെ ആയ ഞങ്ങളെ അങ്ങനെ ജീവിക്കും. മില്ലുകാരനാണ് സഹായം.
അല്ലാണ്ട് ഞങ്ങൾക്കല്ല. ഓണമാകുമ്പോഴേക്ക് കിട്ടുന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട്, കിട്ടും എന്നാണ് നമുക്കുള്ള വിശ്വാസം. സമരത്തിന് ഇറങ്ങാനുള്ള സാഹചര്യം വളരെ കുറവാണ്. ഓണത്തിന് എല്ലാവരും ഓണം ആഘോഷിക്കും, പക്ഷെ കൃഷിക്കാരന് ആഘോഷിക്കാൻ പറ്റില്ല. അവന്റെ മുതൽ കൊടുത്തിട്ട് അവനുള്ള പൈസയും കൂടി അവന് കിട്ടാനുള്ളതും കിട്ടില്ല. ഓണമാകുമ്പോഴേക്കും കിട്ടിയാൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയാണ്. ഇതുണ്ടാക്കണം. ഓണമായിട്ട് എല്ലാവരും പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കർഷകർ. നെല്ലിന്റെ പൈസ കിട്ടാത്തത് മാത്രമല്ല, 1-2 വർഷമായി കൃഷിക്ക് ആനുകൂല്യങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല. ബോണസ് അതുമാതിരി ഉഴവ് കൂടിയത് 1-2 വർഷമായിട്ട് കിട്ടാതെ, അതെല്ലാം കിട്ടിയാൽ വളരെ സൗകര്യമായിരുന്നു ഓണത്തിന് മുമ്പ്. അല്ലെങ്കിൽ ഓണം കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടിലാണ്. ഇതിപ്പോ നിങ്ങൾ എല്ലാരും കൂടി എന്താണ് ഇനി അടുത്തൊരു ഘട്ടത്തിൽ ആലോചിക്കുന്നത്? അടുത്ത ഘട്ടം സമരം തന്നെയാണ്. ഞങ്ങൾ റോഡ് തടുക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാലേ ഇവര് ഞങ്ങള് ഈ ഉദ്യോഗസ്ഥന്മാരാണ് ഏറ്റവും മോശം. ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത് അവരാണ്. കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കാനുള്ള കണക്ക് വ്യക്തമായിട്ട് കൊടുക്കുന്നില്ല. ഒരു ഓഡിറ്റ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർ എന്തിനാ സ്ഥാപനത്തിലിരിക്കുന്നത്? ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങളത് ചെയ്തു കൊടുക്കാം, പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ആധികാരികമായിട്ടുള്ള ഇതില്ല. ഇവരത് ചെയ്യാൻ അവർക്ക് അറിയില്ല അത്ര. അഭിലാഷ്, അതാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം. അത് അന്നം മൂട്ടുന്നവരുടെ അന്നം മൂട്ടുന്ന അവസ്ഥയാണ് ഈ ഓണക്കാലത്തും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് പാലക്കാട്ടെ കർഷകർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പാലക്കാട്ടെ മാത്രം ഒരു സാഹചര്യമായിട്ട് കാണാനാകില്ല, സംസ്ഥാനത്ത് എല്ലായിടത്തും ഇതേ അവസ്ഥയായിരിക്കും. പക്ഷെ പാലക്കാട് കേരളത്തിന് നെല്ലറയെന്നറിയപ്പെടുന്ന നാടായതുകൊണ്ട് തന്നെ